കാറ്റത്ത് കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷും ഹരീഷും നികേഷും അച്ഛനുമെല്ലാം സുഭാഷിനെ അന്വേഷിക്കാനായി ഇറങ്ങുകയാണ്. അങ്ങനെ അവർ പല സ്ഥലങ്ങളിലും സുഭാഷേട്ടനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും എവിടെ നിന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ സുഭാഷേട്ടനെ തിരഞ്ഞിട്ട് കാണാതെ ഹരീഷും നികേഷിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സുഭാഷേട്ടനെ അന്വേഷിച്ച് നടന്നെന്നും എവിടെയും കണ്ടെത്താൻ പറ്റിയില്ലെന്നും തന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയെന്നും സുഭാഷേട്ടൻ വീട്ടിലേക്ക് എങ്ങനെ എത്തിയ സുധീഷേട്ടൻ വിളിച്ചാ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നതെന്നും ഹരീഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷേട്ടനെ തിരഞ്ഞിറങ്ങിയ സുധീഷും ആകെ ക്ഷീണിച്ച അവശനായി ടെൻഷനോടെ വീട്ടിലേക്ക് വരികയാണ്. സുഭാഷേട്ടനെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും സുഭാഷേട്ടനെ ഇല്ലാതെ തനിക്ക് ആകെ ടെൻഷൻ ആവുന്നുവെന്നും വീട് വിട്ട ജോലി കഴിഞ്ഞ വീട് എന്ന രീതിയിൽ ജീവിച്ചതാണെന്നും ജോലി സ്ഥലത്തും അന്വേഷിച്ചെങ്കിലും അവിടെയും സുഭാഷേട്ടൻ ഇല്ലെന്നും സുഭാഷേട്ടൻ എവിടെയാ പോയതെന്ന് അറിയില്ലെന്നും പറഞ്ഞ് സുധീഷും ടെൻഷനോടെ ഇരിക്കും. അപ്പോഴേക്കും അന്വേഷിച്ചിറങ്ങിയ അവരുടെ അച്ഛനും അങ്ങോട്ടെത്തി. എന്തായി, കണ്ടു കിട്ടിയോ എന്ന് ചോദിക്കേ. ഇല്ലെന്ന് സുധീഷും. എന്തു ചെയ്യാനാ, അവനൊരാണല്ലേ. പെണ്ണായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയെന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. ഇനി അവന് തന്നെ തോന്നി തിരിച്ചു വരണം എന്ന് പറഞ്ഞ് അച്ഛനും ഉമ്മറത്തേക്ക് പോവുകയാണ്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവർ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ എന്ന് നിധി ചോദിക്കുന്നത്. അതുകൾക്ക് ഹരീഷും പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ചോദിക്കേ. വേറെ എന്ത് വഴിയാ ഉള്ളത്? പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ അവരെങ്ങനെയെങ്കിലും തേടി കണ്ടെത്തും. നമുക്കറിയാവുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ തിരഞ്ഞില്ലേ, അമ്പലത്തിലും ബീച്ചിലും എല്ലായിടത്തും നോക്കിയില്ലേ. ഇനി പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നതാ നല്ലത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം പോയി തിരഞ്ഞു, അവിടെയൊന്നും കണ്ടില്ല. സുഭാഷേട്ടന്റെ ഫോട്ടോ കാണിച്ചു പോലും ചോദിച്ചു. ആരും സുഭാഷേട്ടനെ കണ്ടില്ലെന്നാ പറയുന്നത് എന്ന് സുധീഷ് സങ്കടത്തോടെ പറയേ. അവരുള്ള സമയത്താവില്ലല്ലോ സുഭാഷേട്ടൻ അതിലെ പോയത്. സുഭാഷേട്ടൻ ഇവിടെ നിന്നിറങ്ങിയ സമയവും വെച്ച് അവിടെയുള്ള CCTV എല്ലാം ചെക്ക് ചെയ്ത് നോക്കാലോ. അതിനെല്ലാം പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അധികം ഡിലേ ആക്കാൻ പറ്റില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തേ തീരും എന്ന് നിധി പറയുന്നത് കേൾക്കേ ടെൻഷനോടെ ഇരിക്കായിരുന്ന നികേഷും അപ്പൊ ശരിക്കും സുഭാഷേട്ടനെ കാണാനില്ലേ? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യമെല്ലാം പറയുന്നു. നമ്മുടെ സുഭാഷേട്ടൻ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചവൻ കരയാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷും സുധീഷും അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അവനെ ആശ്വസിപ്പിച്ച് സുധീഷിനെയും കൂട്ടി നിധി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായി പോവുകയാണ്. അങ്ങനെ അവർ സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയാണ്. SIയുടെ മുന്നിലേക്ക് ചെന്ന് നിധി അദ്ദേഹത്തോടായി താൻ നിധിയാണെന്നും കൂടെയുള്ളത് ഹസ്ബൻഡ് സുധീഷ് ആണെന്നും സുധീഷിന്റെ ചേട്ടൻ സുഭാഷേട്ടനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്നും അവൾ പറയേ. SI സുഭാഷിന്റെ ജോലിയെക്കുറിച്ചും വീടിന്റെ അഡ്രസ്സുമെല്ലാം തിരക്കുന്നുണ്ട്. നിധി അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും എന്തു പറ്റി, വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ എന്ന് SIയും ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് നിധിയും ഇന്നലെ രാത്രി വരെ വീട്ടിലുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണാനില്ല. വീട് വിട്ടു പോവുകയാണെന്ന് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത് എന്ന് പറഞ്ഞ് ആ ലെറ്റർ അവൾ SIയെ കാണിക്കുകയാണ്. ലെറ്ററെല്ലാം വായിച്ചു നോക്കെ SIയും വീട്ടിൽ എന്താ നടന്നതെന്ന് കൃത്യമായി പറഞ്ഞാലേ എനിക്ക് ഫർദർ ആക്ഷൻ എടുക്കാൻ കഴിയും എന്ന് പറയുമ്പോഴേക്കും സാർ, സുഭാഷ് ഏട്ടന്റെ വിവാഹമൊന്നും ശരിയാവുന്നില്ല. ഇപ്പോ ഒരു അലയൻസ് റെഡിയായി. ആ പെണ്ണിന്റെ വീട്ടുകാർ വീട്ടിലേക്ക് വന്നു. അവർ കൊണ്ടുവന്ന ജോത്സ്യർ സുഭാഷ് ഏട്ടന്റെ ജാതകം നോക്കി സുഭാഷ് ഏട്ടന്റെ ജാതക ദോഷം കൊണ്ടാ വിവാഹം നടക്കാത്തതെന്ന് പറഞ്ഞു എന്ന് നിധി പറയുമ്പോഴേക്കും അവിടുത്തെ കോൺസ്റ്റബിളും SIയോടായി ഇവരുടെ പേരിൽ നിരന്തരം പോലീസ് കംപ്ലൈന്റ് ആണെന്നും ആ വീട്ടിൽ പെണ്ണു വഴാത്ത വീടാണെന്ന് നാട്ടിൽ പരക്കെ ഒരു സംസാരമുണ്ടെന്നും ഇവരുടെ അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് കുറെ കാലം ജയിലിലായിരുന്നു. ഈ അടുത്ത് ഒരു പയ്യനെ 4 പേർ ചേർന്ന് തല്ലി ചതച്ചെന്നൊരു പോലീസ് കംപ്ലൈന്റ് വന്നില്ലേ, അവരിവരാണെന്നും കോൺസ്റ്റബിൾ പറയുമ്പോഴേക്കും നിധിയും സാർ പ്ലീസ്, ഞങ്ങൾ ഒരു കംപ്ലൈന്റ് തരാനാ വന്നത്. അതേപ്പറ്റി പറയാതെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് അവൾ ചോദിക്കുക. SIയും കോൺസ്റ്റബിളിനെ വഴക്കു പറഞ്ഞ് നിധിയോട് തുടരാനായി പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടനാണ് ആ വീട്ടിലെ മൂത്ത ചേട്ടൻ. ഇന്നലെ വന്ന ജോത്സ്യർ സുഭാഷ് ഏട്ടന്റെ ജാതക ദോഷം കൊണ്ടാണ് വീട്ടിൽ ആർക്കും കല്യാണം ശരിയാവാത്തതെന്നും അത് അനിയന്മാരുടെ ജീവിതത്തിനു കൂടി ദോഷമാണെന്ന് പറഞ്ഞെന്നും അക്കാര്യമൊത്ത് സുഭാഷ് ഏട്ടൻ നല്ല ടെൻഷനിലായിരുന്നുവെന്നും രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ഈ ലെറ്ററും എഴുതി വെച്ച് സുഭാഷ് ഏട്ടൻ പോയിരിക്കുന്നു എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോഴേക്കും സുഭാഷിന്റെ ഫോട്ടോ SI ചോദിക്കുന്നുണ്ട്. നിധി ആ ഫോട്ടോ കൊടുക്കുമ്പോഴേക്കും അദ്ദേഹവും കോൺസ്റ്റബിളിനെ വിളിച്ച് ആ ഫോട്ടോ സ്കാൻ ചെയ്ത് എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫോം ചെയ്യാനായി പറയുക. അപ്പോഴേക്കും SIയും അവരോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ ഇടത്തും അന്വേഷിച്ചോ, സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെയും വീട്ടിലെല്ലാം ഒക്കെ എന്ന് ചോദിക്കേ. അങ്ങനെ സ്വന്തക്കാരായിട്ട് ആരുമില്ല സാർ എന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ചെന്നും അവിടെയൊന്നും കണ്ടെത്താനായില്ല. ജോലി കഴിഞ്ഞ വീട് കഴിഞ്ഞ ജോലി എന്ന രീതിയിലായിരുന്നു സുഭാഷ് ഏട്ടന്റെ ജീവിതമെന്നും ഫ്രണ്ട്സ് എന്ന് പറയാൻ പോലും ആരുമില്ലെന്നും ഇന്ന് രാവിലെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചെന്നും എവിടെയും കണ്ടെത്താനായില്ലെന്നും അതുകൊണ്ട് ആ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും നിധിയും പറയുകയാ. SIയും ഒരു നിമിഷം ആലോചനയോടെ ഇരുന്ന്
ഈ സുഭാഷ് സൂയിസൈഡ് ചെയ്യാനുള്ള വല്ല സാധ്യതയുമുണ്ടോന്ന് ചോദിക്കുന്നത്. അത് കേൾക്കെ നിധിയും ഇല്ല സാർ, സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയേ സുധീഷും സങ്കടത്തോടെ എന്റെ സുഭാഷ് ഏട്ടനെ എവിടെയാണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം സാർ പ്ലീസ് എന്ന് പറഞ്ഞ് കരച്ചിലോടെ കൈകൂപ്പുകയാണ്. സുധീഷ്, നിങ്ങളുടെ ചേട്ടൻ ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയത്. വീട്ടിൽ നടന്ന കാര്യങ്ങളും അത്ര പന്തിയല്ല. ഇത്ര വർഷമായിട്ടും സുഭാഷിന്റെ കല്യാണം നടന്നില്ല. പോരാത്തതിന് പെണ്ണ് വാഴാത്ത വീടെന്നൊരു ദുഷ്പേരുമുണ്ട്. അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ ചേട്ടനാണെന്ന് ജോത്സ്യം വരെ പറഞ്ഞു. മനസ്സ് തകർന്ന് സുഭാഷിന് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച കൂടി ഇതുപോലൊരു കേസ് വന്നതായി ഇവിടെ എന്ന് പറഞ്ഞ് വേറൊരാളെ കാണാതായി സൂയിസൈഡ് ചെയ്ത നിലയിൽ കണ്ടെത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് SI അവരോട്. അത് കേൾക്കെ സുധീഷും വെപ്രാളത്തോടെ എന്റെ സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ എന്ന് പറയുമ്പോഴേക്കും സാർ ഇങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ എന്ന് നിധിയും സാറിനോടായി പറയുക. ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ചിന്തിച്ചുകൂടെ? സ്വന്തക്കാരോ ഫ്രണ്ട്സോ ഇല്ലെന്നല്ലേ പറഞ്ഞത്? പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും നിങ്ങൾ തിരഞ്ഞതല്ല. നമുക്ക് നോക്കാം, ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോകാൻ നോക്കാം, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് SI പറയുമ്പോഴേക്കും നിധിയും അവർക്കൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാ. സുഭാഷ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമോ എന്ന പോലീസിന്റെ സംശയം സുധീഷിനെ ആകെ ഉലച്ചു കളയുന്നുണ്ട്. അക്കാര്യം ഓർക്കെ അവനും ടെൻഷനോടെയും പരവശത്തോടെയും സ്റ്റേഷന് പുറത്തേക്കിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്ന് സുഭാഷിട്ടിനെ ഓർത്ത് പൊട്ടിക്കരയുമ്പോഴേക്കും ആ കാഴ്ച കണ്ടുകൊണ്ട് നിധിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയാ. അവൾ സങ്കടത്തോടെ കരയുന്ന സുധീഷിന്റെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവനും കരച്ചിലോടെ പറയുന്നുണ്ട്, പാവമാ എന്റെ സുഭാഷേട്ടൻ. ഇവര് പറഞ്ഞതുപോലെ സുഭാഷേട്ടൻ എന്തെങ്കിലും പറ്റിക്കാണുമോ? ഇവിടെ വരുന്നത് വരെ ഞാൻ അക്കാര്യത്തെക്കുറിച്ച് ഓർത്തതേയില്ല. ഇവരത് പറഞ്ഞതിനു ശേഷം എനിക്കാകെ പേടിയാവുന്നുണ്ട്. എന്റെ സുഭാഷേട്ടൻ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുകയാണ്. സുധീഷെ പേടിക്കാതെ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് നിധിയും അവനെ ആശ്വസിപ്പിക്കുക. സുധീഷ് വീണ്ടും കരച്ചിലോടെ സുഭാഷേട്ടൻ വീട് വിട്ട് പോകുമെന്ന് വിചാരിച്ചതേയില്ല, പക്ഷെ എങ്ങോട്ടോ പോയി. ഇവരിപ്പോ വേറെന്തൊക്കെയോ പറയും. ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായും എനിക്കത് താങ്ങാൻ കഴിയും എന്ന് പറഞ്ഞ് വീണ്ടും അവൻ പൊട്ടിക്കരയുമ്പോഴേക്കും സുധീഷ് സമാധാനമായിരിക്കെ, സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നികേഷിനെ പറ്റി ആലോചിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല. വീട് വിട്ട് ഇറങ്ങിപ്പോയാലും സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. നമ്മളില്ലാതെ സുഭാഷ് ഏട്ടനെ ജീവിക്കാനേ കഴിയില്ല. പോലീസുകാർ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില അങ്ങനെ പറഞ്ഞത്. അതോർത്ത് കരയാതെ സുധീഷ് പ്ലീസ്, അവര് പറയുന്ന പോലെയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിധി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുധീഷിന്റെ മനസ്സിലേക്ക് സുഭാഷ് ഏട്ടനുമൊത്തുള്ള സുന്ദര നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. അതോർക്കെ അവൻ വീണ്ടും പൊട്ടിക്കരയുമ്പോഴേക്കും എന്താ സുധീഷ്, സുഭാഷ് ഏട്ടൻ തീർച്ചയായും വരും. നാളെ സുഭാഷ് ഏട്ടൻ നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മളെല്ലാം പഴയതുപോലെ സന്തോഷമായി ജീവിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്, സുഭാഷ് ഏട്ടൻ ഉറപ്പായും വരും. സുഭാഷ് ഏട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന് നിധിയും വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് സുധീഷിനെയും കൂട്ടി നിധി വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ഹരീഷും നികേഷും അവരെ കാത്തിരിക്കുകയായിരുന്നു. അവരെ കാണാൻ നികേഷും ഏട്ടത്തി പോലീസുകാർ എന്തു പറഞ്ഞു എന്ന് ചോദിക്കെ അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സുഭാഷ് ഏട്ടന്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിച്ച് വിവരം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈലിലേക്ക് കോൾ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് അത് എടുത്തു നോക്കുമ്പോഴേക്കും ആരാണെന്ന് നിധിയും ചോദിക്കുക. അറിയാത്തൊരു നമ്പറിൽ നിന്നാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ചിലപ്പോൾ സുഭാഷ് ഏട്ടൻ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുന്നതാവും എടുത്ത് സംസാരിക്കുന്ന നിധി പ്രതീക്ഷയോടെ പറയുമ്പോഴേക്കും സുധീഷും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ബാങ്ക് ലോണിന്റെ കാര്യവും പറഞ്ഞ് ബാങ്കിൽ നിന്നുള്ള വിളിയായിരുന്നു അത്. അത് കേൾക്കെ സുധീഷും അവരെ വഴക്കു പറഞ്ഞ് ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുക. അപ്പോഴേക്കും ഹരീഷും സുധീഷിനോടായി സുഭാഷ് ഏട്ടൻ എവിടെയാണെന്ന് തിരയണ്ടേ, സുഭാഷ് ഏട്ടനില്ലാത്ത വീട്ടിൽ ഇരിക്കാനേ തോന്നുന്നില്ല എന്ന് പറയെ എവിടെ പോയി തിരയാനാ, നമ്മളെല്ലായിടത്തും നോക്കിയതല്ലേ എന്ന് സുധീഷും. എന്ന് വെച്ച് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും പോയി നോക്കാം, പോവാത്ത സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാം എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ ഇനി സുഭാഷ് ഏട്ടനെയും തിരഞ്ഞ് നീ എങ്ങോട്ടും പോവാതിരിക്കെ, നിന്നെ കൂടി ഇനി തിരിഞ്ഞിറങ്ങാൻ വയ്യെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ഹരീഷും സുഭാഷിനെ തേടി ഇറങ്ങുകയാണ്. അവരുടെ അച്ഛനും ടെൻഷനോടെ ഉമ്മറത്തെ കട്ടിലിൽ തന്നെ ഇരിപ്പാ. അപ്പോഴാണ് വിവരമറിഞ്ഞ് അമ്മായിയും വല്യച്ഛനും സുഭാഷിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവർ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിരിക്കുമ്പോഴേക്കും അമ്മായി പറയുന്നുണ്ട്, സുഭാഷിനെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞു, പരിഭ്രമത്തോടെ ഓടി വന്നതാണെന്ന്. എവിടെ പോയതാന്ന് വല്യച്ഛൻ ചോദിക്കെ അറിയില്ലെന്ന് നിധിയും. ആ ഉമ്മറത്തിരിക്കുന്ന ഒരാളില്ലേ, അയാൾ സുഭാഷിനെ വഴക്കു പറയോ അടിക്കോ വല്ലതും ചെയ്തോ എന്ന് വല്യച്ഛൻ വീണ്ടും ചോദിക്കെ അങ്ങനെയൊന്നുമില്ലെന്ന് നിധി. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വഴക്കുണ്ടായോന്ന് അമ്മായി ചോദിക്കെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, ആ ജോത്സ്യന എല്ലാത്തിനും കാരണമെന്ന് നികേഷും പറയുന്നുണ്ട്. ഏത് ജോത്സ്യനെന്ന് അമ്മായി ചോദിക്കെ നിധിയും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന്റെ ജാതകം നോക്കിയിരുന്നു. സുഭാഷ് ഏട്ടന്റെ ജാതകത്തിലെ ദോഷം കാരണം സുഭാഷ് ഏട്ടന്റെ വിവാഹം നടക്കില്ലെന്നും ഈ വീട്ടിലെ ആർക്കും നല്ലത് വരില്ലെന്നും പറഞ്ഞെന്നും അക്കാര്യമോർത്ത് സുഭാഷ് ഏട്ടൻ നല്ല ടെൻഷനിലായിരുന്നുവെന്നും രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ എഴുതി വെച്ച ആ ലെറ്റർ വെല്ലച്ചന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നിധിയും. വെല്ലച്ചനും അത് വാങ്ങി വായിച്ചു നോക്കിക്കൊണ്ട് ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ വീട് വിട്ടു പോവാൻ. ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന കാലത്തോളം നിങ്ങൾക്കും നല്ലത് വരില്ല, ഞങ്ങൾക്കും നല്ലത് വരില്ല. ഈ വീടൊഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് പോയാൽ എന്തെങ്കിലും നല്ലത് നടക്കും എന്ന് വെല്ലച്ചൻ പറയുന്നത് കേൾക്കെ അമ്മായിയും ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്,
വിട്ടേക്കെന്ന് പറഞ്ഞ് നിധിയോടും കൂട്ടരോടുമായി ഈ വിഷയം അറിഞ്ഞപ്പോ ആകെ ടെൻഷനായി. അതാ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു. സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം പോയി നോക്കിയോ എന്ന് അമ്മായിയും ചോദിക്കുന്നു. എല്ലായിടത്തും നോക്കി, സുഭാഷ് ഏട്ടൻ എവിടെയുമില്ലെന്ന് സുധീഷ്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് നിധി പറയുമ്പോഴാണ് എല്ലാം കേട്ട് ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും എഴുന്നേറ്റ് ചെന്ന് വല്യച്ഛനോടായി എവിടെയേടാ എന്റെ മോൻ എന്ന് ചോദിക്കുന്നത്. കണ്ടോ ലളിതേ, ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് വല്യച്ഛൻ ലളിതയോടായി പറയേ. എന്റെ മോൻ എങ്ങനെ കാണാതാവാനാ? നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഭാസ്കരനും പറയുന്നു. ഈ വീട്ടിൽ നല്ലവനായി ആകെ ഒരുത്തനുള്ളതാ. അവനെ കാണാനില്ലെന്നും നാട്ടിലാകെ നിങ്ങൾ അവരെ തിരഞ്ഞു നടക്കുകയാണെന്നും നാട്ടുകാരെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോ മനസ്സിനൊരു വിഷമം. എന്താ ഏതാന്ന് അറിയാഞ്ഞിട്ടാ തിരിഞ്ഞു വന്നത് എന്ന് ലളിത പറയുമ്പോഴേക്കും മനസ്സിന് വിഷമോ, ഞാൻ വിശ്വസിച്ചു എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ആ കസേരയിലേക്ക് ഇരിക്കുക. മനുഷ്യനോട് നിൽക്കുകയായിരുന്ന സുധീഷിനെയും നികേഷിനെയും എല്ലാം മാറി മാറി നോക്കിക്കൊണ്ട് അമ്മായിയും അവൻ ഉറപ്പായും വരും, വേറെ എവിടെ പോവാനാ? നിങ്ങളൊന്നുമില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല, അവൻ ഉറപ്പായും വരും, വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നിൽക്കുന്ന നികേഷിനെ വീണ്ടും നോക്കിക്കൊണ്ട്, നികേഷ് ഒരു പാവമാ, ഏത് സമയത്തും സുഭാഷേട്ടാന്ന് വിളിച്ച് പിറകെ നടക്കുന്നതല്ലേ, കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് അമ്മായി പറയുമ്പോഴേക്കും സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിക്കുകയാ. ഗംഗാധരനും എഴുന്നേറ്റ് ടെൻഷനോടെ ഇരിക്കുന്ന ഭാസ്കരനെ ഒന്ന് നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് ചെന്ന് ടെൻഷനോടെ നിൽപ്പാ. പിന്നീട് രാത്രിയായിട്ടും എല്ലാവരും ടെൻഷനോടെ ഉമ്മറത്ത് തന്നെ നിൽപ്പാ. പരീക്ഷന് ഇതുവരെ കണ്ടില്ലല്ലോന്ന് വഴിയിലേക്ക് നോക്കിക്കൊണ്ട് ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷും പിറുപിറുക്കുന്നുണ്ട്. ആകെ മരവിച്ച അവസ്ഥയിലിരിക്കുന്ന നികേഷിനെയും നിധി ആശ്വസിപ്പിക്കുകയാണ്. നികേഷേ, സുഭാഷ് ഏട്ടൻ ഉറപ്പായും വരും, സുഭാഷ് ഏട്ടന് നമ്മളെ വിട്ട് അധിക നാൾ നിൽക്കാൻ കഴിയും, ഉറപ്പായും വരുമെന്ന് നിധി ആശ്വസിപ്പിക്കുക. സുധീഷും, നികേഷേ, രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നമ്മളെ കാണാതെ ഇരിക്കാൻ സുഭാഷ് ഏട്ടന് കഴിയില്ല, ഉറപ്പായും സുഭാഷ് ഏട്ടൻ നമ്മളെ തേടി വരുമെന്ന് സുധീഷ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും നികേഷ് ഒന്നും മിണ്ടാതെ അതേ ഇരിപ്പ് തന്നെ. അവന്റെ ആ ഇരിപ്പ് കാണാൻ നിധിയും സുധീഷിന്റെ അരികിലേക്ക് ചെന്ന്, എനിക്ക് നികേഷിനെ കാണുമ്പോ പേടി തോന്നുന്നുണ്ട്, അവന് മനസ്സിന് വിഷമം തട്ടിയാ കരയാറുള്ളതാ, ഇപ്പോ കരയൊന്നുമില്ല, കണ്ടില്ലേ എന്തോ ആലോചിച്ചിരിപ്പാ, സുഭാഷേട്ടൻ ഇനി തിരികെ വന്നില്ലെങ്കിൽ അവൻ അത് താങ്ങാൻ കഴിയില്ല എന്ന് നിധി പറയേ. സുഭാഷേട്ടൻ ഇനി തിരികെ വന്നില്ലെങ്കിൽ എനിക്ക് തന്നെ അത് താങ്ങാൻ പറ്റുമോന്നറിയില്ല, എന്തു ചെയ്യണമെന്നറിയില്ല. ഹരീഷും സുഭാഷേട്ടനെ തേടി വണ്ടിയും എടുത്ത് പോയിരിക്കുക. എനിക്കും സുഭാഷേട്ടനെ തിരഞ്ഞിറങ്ങണമെന്നുണ്ട്, പക്ഷെ എവിടെയെന്നറിയില്ല, എല്ലാ സ്ഥലവും പോയി നോക്കിയതല്ലേ, ഇനി എവിടെ തിരയുമെന്നറിയില്ല, ഒരു ചെറിയ ക്ലൂ പോലും കിട്ടുന്നില്ലല്ലോ. നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് സുഭാഷേട്ടൻ എവിടെ പോയതായിരിക്കും എന്നൊക്കെ സുധീഷ് സങ്കടത്തോടെ പറയുമ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് ആലോചനയുടെ ഇരിക്കായിരുന്ന അവരുടെ അച്ഛനും പെട്ടെന്ന് എഴുന്നേറ്റ്, എടാ സുധീഷേ, ആ ഹിന്ദിക്കാരി പെണ്ണില്ലേ, അവളുടെ വീട്ടിൽ അന്വേഷിച്ചോ? ഒരു പക്ഷേ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് അവൻ ഒളിച്ചോടി പോയതായിരിക്കും എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സംശയത്തോടെ ആരെ പറ്റിയാ പറയുന്നതെന്ന് സുധീഷും ചോദിക്കുക. അത് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ബയ്യയില്ലേ, അവന്റെ അനിയത്തിയില്ലേ, അവളുടെ കൂടെ എന്നച്ഛൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ ബോധമില്ല, സുഭാഷേട്ടൻ ഒളിച്ചോടിയെന്നൊക്കെ പറയുന്നു, സുഭാഷേട്ടൻ അത്തരക്കാരനാണോ എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുക. മനസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ പലതും ചെയ്യും, ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് തോന്നുന്നത് അവൻ ആ പെണ്ണിനെയും കൂട്ടി ഒളിച്ചോടി പോയെന്നാ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ സുഭാഷേട്ടൻ കത്തെഴുതി വെച്ചിട്ടല്ലേ പോയി, ഇതെല്ലാം ആ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുണ്ടായതല്ലേ, സുഭാഷേട്ടന് ചില വിഷയങ്ങളൊന്നും താങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടായി വീട് വിട്ട് പോയതെന്ന് നിധിയും. നിങ്ങളുടെ സുഭാഷേട്ടൻ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, പക്ഷേ നട്ടപ്പാതിരയ്ക്ക് ഈ വീട് വിട്ട് പോയത് എന്തിനാ? ആ സമയത്ത് ഇറങ്ങിപ്പോവേന് തങ്ങാൻ ഒരു വീടോ മറ്റോ വേണമല്ലോ, അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ആ പെണ്ണ് ഇടയ്ക്കിടെ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്, ഇവനോട് ചിരിച്ച് സംസാരിക്കും, ഇവനും അതുപോലെ അവളോട് ഓരോന്ന് ചിരിച്ച് സംസാരിക്കാറുണ്ട്, അതോർത്തപ്പോ എനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നച്ഛൻ വീണ്ടും പറയേ, സുഭാഷേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ഞങ്ങളെ കഷ്ടത്തിലാക്കുന്ന ഒന്നും സുഭാഷേട്ടൻ ചെയ്യില്ല എന്ന് സുധീഷും പറയുകയാ. ചെയ്യില്ലെന്ന് നീ പറയുന്നതല്ല, ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിലോ? ഈ വിഷയത്തെ പല ആംഗിളിൽ നിന്നും ആലോചിച്ച് നോക്കണം, അതുകൊണ്ടാ പറഞ്ഞതെന്ന് അച്ഛനും. എന്ന് വെച്ച് ഞങ്ങളെയൊന്നും പറ്റി ആലോചിക്കാതെ ഒരു പെണ്ണിനെയും വിളിച്ച് ഓടുന്ന ആളൊന്നുമല്ല എന്റെ സുഭാഷേട്ടൻ, അതൊക്കെ നിങ്ങളുടെ സ്വഭാവമാ, എന്റെ സുഭാഷേട്ടൻ അങ്ങനെയല്ല എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയേ. നിധിയും അച്ഛനിപ്പോ ഒന്നും പറയണ്ട, അവിടെ പോയി ഒന്നും മിണ്ടാതിരിക്കും, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് നിധി. അത് കേൾക്കെ അച്ഛനും, മോളെ, എന്റെ പ്രായത്തിനും അനുഭവത്തിനും അനുസരിച്ച് എനിക്ക് തോന്നിയതാ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ കേൾക്ക്, കേൾക്കണില്ലെങ്കിൽ കേൾക്കണ്ട, എനിക്കെന്താ എന്ന് പറഞ്ഞ് അച്ഛനും ഉമ്മറത്തെ കട്ടിലിലേക്ക് തന്നെ ചെന്നിരിക്കുക. നിധിയും നികേഷിന്റെ അരികിലേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിച്ചിരിക്കുമ്പോഴേക്കും സുധീഷിന്റെ മനസ്സിലൂടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ബയ്യയുടെ വീട്ടിൽ സുഭാഷേട്ടൻ ഉണ്ടാവാമെന്ന അച്ഛന്റെ സംശയവും, താൻ റോഡിൽ വെച്ച് ബയ്യയെ കണ്ട സമയത്ത് സുഭാഷേട്ടന്റെ കാര്യം പറഞ്ഞതും, സുഭാഷേട്ടൻ എവിടെ പോയെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നതും, തനിക്കറിയില്ലെന്നും സുഭാഷേട്ടൻ സൈറ്റിലെത്തിയ താൻ വിളിച്ചറിയിക്കാമെന്ന് ഒരു പരുങ്ങലോടെ പറഞ്ഞതും ഓർക്കെ സുഭാഷേട്ടൻ ഇനി ബയ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുമോ? ബയ്യയുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. സുഭാഷേട്ടനെ കാണാനില്ലെന്നറിഞ്ഞതിന്റെ ഒരു ടെൻഷനും ബയ്യയുടെ മുഖത്തില്ലായിരുന്നു. ചിലപ്പോ സുഭാഷേട്ടൻ അവിടെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കെ സുധീഷും നിധിയോടായി തനിക്കും വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല, സുഭാഷേട്ടൻ എവിടെയെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ.